ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിഞ്ഞത് ഏറെ ചർച്ചയായി. 29 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം മാതൃകാ ദമ്പതികളായി കരുതിയിരുന്നവർ വിവാഹമോചിതരായത് എല്ലാവരെയും അമ്പരപ്പിച്ചു. വിവാഹമോചന വിവരം പുറത്തുവിട്ടത് സൈറ ബാനുവിൻ്റെ അഭിഭാഷകയാണ്. പിന്നീടത് സ്ഥിരീകരിച്ച് റഹ്മാനും സോഷ്യൽ മീഡിയയിലെത്തി. അതിനിടെ വേർപിരിയാനുള്ള കാരണം തിരയുകയായിരുന്നു സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും. റഹ്മാൻ്റെ വിവാഹമോചന വാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ റഹ്മാൻ്റെ ബാൻഡ് അംഗം മോഹിനി ഡേയും വിവാഹമോചിതയാകുന്നതായി പ്രഖ്യാപിച്ചു. ഇതോടെ ഈ രണ്ട് വിവാഹമോചനങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന നിഗമനങ്ങൾ പ്രചരിച്ചു. അപവാദ പ്രചരണം ശക്തമായതോടെ ഭാര്യ സൈറ ബാനു പ്രതികരണവുമായി എത്തി. ആദ്യമായാണ് വിവാഹമോചന വിഷയത്തിൽ സൈറ പ്രതികരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഓഡിയോ സൈറ പുറത്തുവിടുകയും ചെയ്തു. കഴിഞ്ഞ 2 മാസങ്ങളായി സൈറ താമസിക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണെന്നും സൈറ പറഞ്ഞു. താൻ റഹ്മാനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്വകാര്യതയെ മാനിക്കണം, അദ്ദേഹത്തിൻ്റെ പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം സൈറ അഭ്യർത്ഥിച്ചു. സൈറയുടെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ സൈറ ബാനു, 2 മാസമായി മുംബൈയിലാണ്. ദയവായി യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തരുത്. അദ്ദേഹത്തെ വെറുതെ വിടൂ. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം. സൈറ ചെന്നൈയിലില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് ഞാനിപ്പോൾ. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും സ്വകാര്യത മാനിക്കണം. വളരെ പ്രയാസമുള്ള നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ ഇരുവരും സ്നേഹത്തോടെയും 100% പരസ്പര ധാരണയോടെയും എടുത്ത തീരുമാനമാണിത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്, സൈറ പറഞ്ഞു. വിവാഹമോചനം സംബന്ധിച്ച ചർച്ചകൾക്കിടെയാണ് മോഹിനി ഡേയുടെ പേര് ചേർത്ത് റഹ്മാനെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. അപവാദ പ്രചരണം പരിധി വിട്ടതോടെ പ്രതികരണവുമായി വന്ദന ഷാ എത്തി. റഹ്മാൻ സൈറ വേർപിരിയലിന് മോഹിനി ഡേയുടെ വിവാഹമോചനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും വന്ദന വ്യക്തമാക്കി. റഹ്മാൻ്റെ മക്കളും വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. പിന്നാലെ മോഹിനി ഡേയും പ്രതികരണവുമായി എത്തി. അതിനിടെ മുന്നറിയിപ്പുമായി റഹ്മാനും രംഗത്ത് വന്നിരുന്നു. അപവാദം പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉടൻ നീക്കം ചെയ്യണമെന്നും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും റഹ്മാൻ അറിയിച്ചു.